രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 2-3 വാക്യം നമുക്ക് വായിക്കാം. രാജാവിന് കൈത്തങ്ങൾ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിന് കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ കാണും, അത് എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി കരുതുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അവിശ്വാസത്തിന്റെ വാക്ക് പറയാതെ വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഏതെല്ലാം പ്രതികൂലങ്ങൾ നിങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചാലും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കുമെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ കൂട്ടാളിയുടെ നന്മയെ ഉണക്കുമെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ വീടിനകത്തെ സന്തോഷത്തെ തല്ലിക്കെടുത്തുമെന്ന് പറഞ്ഞാലും, നിന്റെ ജോലി മേഖലയിൽ ഉയർച്ച തരത്തില്ലെന്ന് പറഞ്ഞാലും, നീ പോകുന്ന വഴിയിൽ ശുഭത ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാലും, നിന്റെ സന്തതി വിദേശ രാജ്യങ്ങൾ കീഴടക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാലും, എന്തിനു പറയുന്നു, നിന്റെ സന്തോഷം പൂർണ്ണമാകുവാൻ ഒരിക്കലും അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞാലും, ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, ദൈവ പൈതലേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു പറഞ്ഞ് വിശുദ്ധ കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമെങ്കിൽ ശത്രുവിന്റെ തല നിന്റെ മുമ്പിൽ തകർന്നു വീഴുന്നത് നീ ആത്മാവിന്റെ വെളിച്ചത്തിൽ കാണുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അസാധ്യങ്ങളെ സാധ്യമാകുമെന്ന് പറയുന്ന പ്രവാചകന്റെ വാക്ക് സ്വപ്നം വിശ്വസിക്കാൻ കഴിയാതാണ് കൊട്ടാര അകമ്പടി നായകൻ പറഞ്ഞത്. ആകാശത്ത് കിളിവാതിലുകൾ തുറന്നാലും സ്വപ്നം നീ പറഞ്ഞത് സംഭവിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ തിരുവെഴുത്ത് വ്യക്തമായി പറഞ്ഞിങ്ങനെ, ഒരു ശത്രു സൈന്യം നിന്റെ നേരെ പാളയം ഇറങ്ങിയാലും അവയുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം നിന്നോട് കൂടെ ഉള്ളപ്പോൾ ഒരു ശത്രു നിന്നെ തകർക്കുവാൻ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഇസ്രായേൽ ജനത്തിനെതിരെ 40 രാവും 40 പകലും അത്യുച്ചത്തിൽ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ വെല്ലുവിളി കേട്ടിട്ട് ഇസ്രായേലിനെ മുഴുവനും ഭയന്നു വിറച്ച് രാജാവ് കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ കയറി ഇരിക്കുമ്പോൾ ഇതാ ദൈവ ശബ്ദം കേട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദ് അഭിഷേകത്തോടെ വന്നു പറഞ്ഞ കാര്യമുണ്ട്. അവന്റെ അകത്ത് ഭയമില്ല, അവന്റെ അകത്ത് ദൈവത്തിൽ അവിശ്വാസമില്ല, അവന്റെ അകത്ത് ഉറപ്പുണ്ട്, എന്റെ കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ, എന്നെ അഭിഷേകം ചെയ്തവൻ സർവശക്തനായ ദൈവമാ, എന്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാ, അതുകൊണ്ട് അഗ്രചർമ്മിയ ഫെലിസ്ത്യനെ ഈ നിമിഷം ഞാൻ തകർക്കുമെന്ന് പറഞ്ഞ് മുൻപോട്ട് ചങ്കൂറ്റത്തോടെ വന്ന ആ ബാലനെ കണ്ടപ്പോൾ ഗോലിയത്ത് കിടുകിട വിറച്ചുപോയി. കുഞ്ഞേ, നിന്നെ കാണുന്നവൻ ലോകത്തെ കാണണം, നിന്റെ മക്കളെ കാണുമ്പോൾ ദൈവത്തെ അറിയണം, നീ ഒരു ദൈവത്തിന്റെ പൈതലാകണം. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തമത, നീ ഒരു അനുഗ്രഹമാകുമെന്ന്. അങ്ങനെയാണെങ്കിൽ രാത്രികാലം നിങ്ങളോട് ഞാൻ പറയട്ടെ, അപ്പനെ നോക്കി, അമ്മയെ നോക്കി, സമ്പത്ത് നോക്കി, ലോകത്തെ നോക്കി, ജീവിതം പാഴാക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി നീ പറയണം, കർത്താവേ, നീ എനിക്കൊരു അനുഗ്രഹമാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ സഭ നോക്കാതെ, നിന്റെ കുടുംബം നോക്കാതെ, നിന്റെ കൂട്ടാളിയെ നോക്കാതെ, നിന്റെ നാട്ടുകാരെ നോക്കാതെ, നിന്റെ വീട്ടുകാരെ നോക്കാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. എന്റെ കർത്താവ് നിന്നെ വിളിച്ചതേ കരഞ്ഞു വിലപിച്ച് ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് മറ്റുള്ള മുമ്പിൽ ചെന്ന് തല കുനിച്ച് നിൽക്കാനല്ല കുഞ്ഞെ വിളിച്ചത്. നിനക്ക് ആദ്യം ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വാസം ഉണ്ടാകണം. നിന്നെ വിളിച്ചത് വേർതിരിച്ചത് ദൈവമാണെന്ന് ഉത്തമ ബോധ്യമുണ്ടാകണം. അല്ലാതെ കർത്താവെ കർത്താവിനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാത്തവൻ, എന്നിൽ വിശ്വസിക്കാത്തവൻ എനിക്കുള്ളവനല്ല, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അങ്ങനെയാണെങ്കിൽ ആത്മാവിന്റെ നിയോഗത്തിൽ കർത്താവിന്റെ സന്നി മുഴങ്കാല് മടക്കി ദൈവമുഖത്തേക്ക് നോക്കി നീ നിലവിളിച്ചാൽ സ്വർഗ്ഗത്തിൽ നിന്ന് നിലവിളി കെട്ടി ഇറങ്ങി വരും കുഞ്ഞെ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, ദൈവത്തിന്റെ വചനം പറയുന്നത് ഉവ്വെന്നാണ് നീ സമ്മതിക്കുന്നതെങ്കിൽ അത് നിന്റെ മേൽ പ്രവൃത്തിയായി വെളിപ്പെട്ടു വരും. ഓ, നടക്കുമോ, സംഭവിക്കത്തില്ലയോ, ലഭിക്കുമോ ഇല്ലയോ എന്ന് ഭയപ്പെട്ട് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് മനം കലങ്ങാതെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയായവൻ, എനിക്ക് വേണ്ടി ആകാശത്തെ ഭൂമിയെ ഭൂമണ്ഡലത്തെ ഉണ്ടാക്കി അതിനകത്ത് എനിക്ക് ആവശ്യമുള്ളത്
സൃഷ്ടിച്ച എന്റെ ദൈവത്തിന് എനിക്ക് തരുവാനും അറിയാമെന്ന് പറയണം. അവിശ്വാസിയെ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കാതെ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്ക്. മാതാവേ, പിതാവേ, കൂടപ്പുറപ്പേ, സാഹചര്യങ്ങളെ നോക്കാതെ കർത്താവിന്റെ വചനം പറഞ്ഞ് കേട്ട് വിശ്വസിക്ക്. ബിംബങ്ങളെ വിറ്റ് നടന്ന അബ്രഹാം, സ്വത്രം ദൈവം വിളിച്ചപ്പോ അവൻ ആ വിളിയുടെ പുറകെ ഇറങ്ങിത്തിരിച്ചു. ഈ നല്ല സന്ധിയിൽ ഞാൻ വ്യക്തമായി കൊണ്ട് പറയാം, അബ്രഹാം പൊട്ടനായിട്ടല്ല, പോഷനായിട്ടല്ല. അബ്രഹാം കേട്ട വാഗ്ദത്തം എന്നറിയാമോ? നീ ഒരു അനുഗ്രഹമാകുമെന്ന്. ഹലോ സഹോദരൻ, ശ്രദ്ധിക്കുന്നുണ്ടോ? നീ ഒരു അനുഗ്രഹമാകുമെന്നാ ദൈവം പറഞ്ഞത്. നീ ശപിക്കപ്പെട്ടവനാകുമെന്നല്ല, നീ കരഞ്ഞു വിളിച്ച് നടക്കുമെന്നല്ല, നീ മറ്റുള്ള മുമ്പിൽ ഇഴന്നു നടക്കുമെന്നല്ല ദൈവം പറഞ്ഞത്. നീ ഒരു അനുഗ്രഹമാകുമെന്ന്. അത് കേട്ട അബ്രഹാം കാണാതെ വിശ്വസിച്ചെങ്കിൽ, ആ ശബ്ദം കേട്ട് അതിന്റെ പുറകെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചെങ്കിൽ, അവരോട് ചെയ്ത വാഗ്ദത്തം കണ്ടുകൊണ്ട് അവൻ യാത്ര ചെയ്തെങ്കിൽ, ഇന്ന് രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പുള്ള നിങ്ങളോട് പറയുക, അവിശ്വാസിയാകാതെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരെ നിൽക്ക്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായെന്ന് പറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്ക്. സ്വത്രം അപ്പനൊരു പക്ഷെ തന്നില്ലെങ്കിലും, അമ്മ തന്നില്ലെങ്കിലും, കൂടപ്പുറപ്പോൾ സ്നേഹിച്ചില്ലെങ്കിലും, സഭക്കാർ അംഗീകരിച്ചില്ലെങ്കിലും, പാസ്റ്റർ നിങ്ങൾക്ക് കൈ തന്നില്ലെങ്കിലും, സർവശക്തനായി ദൈവത്തെ പിൻപറ്റുന്ന നിന്നെ സ്വർഗം കൈവിടത്തില്ല. സ്വത്രം ദശാംശത്തിന്റെ പേരിൽ, സ്വത്രാഴ്ചയുടെ പേരിൽ, മാസയോഗത്തിന്റെ പേരിൽ, എന്തിനു പറയുന്ന കൂട്ടായ്മയുടെ പേരിൽ നിന്നെ കുറ്റം പറയാൻ ഒരുപാട് പേര് കാണും. പക്ഷേ എന്റെ കർത്താവ് നിന്റെ ദശാംശവും സ്വത്രാഴ്ചയല്ല നോക്കുന്നത്, നിന്റെ ഹൃദയത്തെ നോക്കുന്നത്. നിന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസമുണ്ടെങ്കിൽ ആ ദൈവമഹത്വം നീ കാണും. അബ്രഹാം നോക്ക്, കേട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ സ്വത്രം അബ്രഹാമിനോട് പറഞ്ഞ്, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കാം, നീ ഒരു അനുഗ്രഹമാകും എന്ന് പറഞ്ഞ അബ്രഹാം സ്വത്രം എത്ര വർഷം യാത്ര ചെയ്തു? 25 വർഷം യാത്ര ചെയ്തു. സ്വത്രം ഈ വർഷങ്ങളെല്ലാം യാത്ര ചെയ്യുമ്പോൾ അബ്രഹാം കുറഞ്ഞു പോയില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നെങ്കിലും ആ നഷ്ടങ്ങളെ ലാഭമാക്കാൻ സ്വർഗത്തിൽ പുതിയ പുതിയ പദ്ധതികൾ ഒരുക്കി അതിനെ കരം പിടിച്ച് നടത്തി വാഗ്ദത്ത നാട് വരെ എത്തിപ്പാൻ മനസ്സായെങ്കിൽ, ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളോട് പറയട്ടെ, സ്വന്തം വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. അസാധ്യമെന്ന് പറഞ്ഞ് മൗനത്തിൽ കയറി മൗനമായി ഇരിക്കാതെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിന് നീതിയായി ദൈവം കണക്കിട്ട് തലമുറയെ വാഗ്ദത്തമായി കൊടുത്തെങ്കിൽ, അബ്രഹാമിലും വലിയവനാ നീ സേവിക്കുന്ന കർത്താവ്, നീ ആരാധിക്കുന്ന കർത്താവ്. ആ കർത്താവ് നിന്നോട് പറഞ്ഞ ഭൂമിയുടെ അറ്റത്തോളം ഞാൻ നിനക്ക് അവകാശം തരുമെന്ന. സ്വത്രം ആകാശത്തേക്കാൾ ഭൂമിയേക്കാൾ വിലയുള്ള ആത്മാവ് ഞാൻ നിന്റെ മേൽ പകരുമെന്നാണ് പറഞ്ഞത്. സ്വർഗത്തോളം എത്തുന്ന അഭിഷേകം നിന്റെ മേൽ പകരുമെന്നാ പറഞ്ഞത്. ഭൂതലത്തിലെ സകല പിശാചുക്കളും നിന്റെ കാൽക്കിട ഞെരിഞ്ഞമരുമെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിന്നെ തകർക്കുന്ന, നിന്റെ തലമുറയെ തകർക്കുന്ന, നിന്റെ നന്മയെ തകർക്കുന്ന, നിന്റെ ശരീരാത്മതകളെ തകർക്കുന്ന പിശാചിനെ നിന്റെ കാലിന്റെ കീഴിൽ ചതച്ചമക്കുവാൻ, ചവിട്ടി ചതയ്ക്കുവാൻ നിനക്ക് അധികാരം തന്നെങ്കിൽ ആ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കും. എന്നിട്ട് അവന്റെ ആത്മാവ് പ്രാപിച്ചുകൊണ്ട് നീ ഒന്ന് പോ. നിന്റെ മുമ്പിൽ ശത്രു നിവർന്നു നിൽക്കത്തില്ല. മാത്രം നമുക്ക് ഏറ്റവും കൂടുതൽ പേടി ആരെയാണ്? ബിയായിനെയാ. പിശാച് മുടിക്കും, തകർക്കും, ഇല്ലാതാക്കും എന്ന സ്വർഗം പറഞ്ഞ് ഞാൻ നിന്നെ പണിതെടുക്കും. സ്വർഗം മുടിക്കാനും തകർക്കാനും വരുന്ന പിശാചിനെ ഭയപ്പെടാതെ പണിതെടുക്കുന്ന ദൈവത്തിന്റെ കരത്തിൽ കൊടുക്ക്. എന്നിട്ട് പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങ്. നിന്റെ നന്മയെ അവകാശം പറഞ്ഞ്, നിന്റെ കുഞ്ഞുങ്ങളെ അവകാശം പറഞ്ഞ്, നിന്റെ ഭവനത്തിൽ തേർവാഴ്ച നടത്തുന്ന പൈശാചിക പാരമ്പര്യ ശക്തികൾ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെ നിന്റെ ഭവനത്തെ വിട്ട് ദേശം വിട്ടവരോടും. അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കേണ്ടത്. കാറ് കിട്ടാനും അതുപോലെ വീട് കിട്ടാനും ജോലി കിട്ടാനും പ്രാർത്ഥിക്കണ്ട. നിനക്ക് വേണ്ടത് തക്ക സമയത്ത് തന്നു നിറപ്പാൻ എന്റെ കർത്താവ് മതിയായവനാ. സകല ബുദ്ധിയും കവിത ദൈവിക പരിജ്ഞാനം കൊണ്ട് നിന്നെ നിറച്ചെങ്കിൽ, ആർക്കും ലഭിക്കാത്ത ഡിഗ്രികൾ നിനക്ക് തന്നെങ്കിൽ, ആർക്കും കിട്ടാത്ത സൗഭാഗ്യങ്ങളെ നിനക്ക് തന്നെങ്കിൽ, കുഞ്ഞെ നീ ചോദിക്കുന്നത്, ചിന്തിക്കുന്നത്, നനയ്ക്കുന്നതിനുപരിയായി ദൈവം കരുതും. പക്ഷെ വിശ്വസിക്കണം. എത്ര കണ്ടാലും എത്ര കൊണ്ടാലും പഠിക്കത്തുമില്ല, കർത്താവ് പിൻ പറ്റത്തുമില്ല, കർത്താവിന് സ്ഥലം നിൽക്കത്തുമില്ല. പിന്നെ എപ്പോഴാ നിൽക്കുന്നത്?
സ്വത്രം. ഓ, പിശാച് മാറി മാറി അടിച്ച് ജീവിതം മുഴുവൻ പിശാചിന്റെ പോക്കറ്റിലായി കഴിയുമ്പം ഞരക്കം തുടങ്ങും. അപ്പം ശ്രമിക്കുന്ന ശ്രമങ്ങളെല്ലാം പരാജയപ്പെടും. അപ്പോഴാണ് അറിയുന്നത്, ഓ, ദൈവത്തെ വിളിച്ചാലേ രക്ഷയുള്ളെന്ന്. അങ്ങനെ കാര്യസാധ്യത്തിനും അതുപോലെ തന്നെ മറ്റ് ഉപയോഗത്തിനും വേണ്ടി ദൈവത്തെ വിളിച്ച പലരും വിളി കേൾക്കാതെ ദൈവം കണ്ണടച്ച് കളഞ്ഞപ്പോ പറയാ ദൈവമില്ലെന്ന്. സ്വത്രം. പിന്നെ ദൈവമുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും നിന്നു പോയിട്ടില്ല. ദൈവത്തിന്റെ അത്ഭുതങ്ങളൊന്നും തീർന്നു പോയിട്ടില്ല. ദൈവം മഹത്വത്തിൽ വസിക്കുന്നവനാണെങ്കിൽ നീ വിളിക്കുമ്പോൾ ചാരത്തിറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാ, നിന്റെ കഷ്ടങ്ങൾ ഏറ്റവും തുണയായിരിക്കുന്ന ദൈവമാ, നിന്റെ സന്തതിക്ക് കൂടെ യാത്ര ചെയ്യുന്ന ദൈവമാ, നീ വീഴാതിരിക്കാൻ തന്റെ കരങ്ങളിൽ വഹിക്കുന്ന ദൈവമാ. വിശ്വസിക്കുക കുഞ്ഞെ. ഓക്കെ. ശബരിയില് സ്വത്രം വലിയ ക്ഷാമം വന്നു. സ്വത്രം വലിയ കഷ്ടത വന്നു. ജനമെല്ലാം വലഞ്ഞു. ജീവിതത്തിൽ ഇനി ഒരു ഉയർച്ചയില്ല, ഇവിടെ തന്നെ തകർന്നു പോകും എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് നിലവിളിക്കുമ്പോൾ എലീശ വിളിച്ചു പറഞ്ഞ വാക്കാ, നാളെ ഈ നേരത്ത് സ്വത്രം എന്ത് സംഭവിക്കുന്ന സ്വത്രം, ഒരു സയ ഗോതമ്പും ഒരു ശേക്കല് ഗോതമ്പും യവവും വിൽക്കപ്പെടും. സ്വത്രം 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 സ്വത്രം. ആരാ പറഞ്ഞത്? പ്രവാചകനായ എലീശയാ പറഞ്ഞത്. എലീശ തന്റെ ബുദ്ധിക്കകത്ത് നല്ല പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം പറഞ്ഞതാ പറഞ്ഞത്. അങ്ങനെ ദൈവം പറഞ്ഞത് നീ പറഞ്ഞാൽ നിന്റെ വായോടുകൂടെ ഇരിക്കുന്ന ദൈവം നിന്റെ വാക്കിന് മുൻപിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. സ്തോത്രം. എലീശ ഇത് പറയുമ്പോഴാണ് കൊട്ടാരം അകമ്പടി നായകൻ പറഞ്ഞത് നടക്കത്തില്ല. സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശു പറഞ്ഞത്, വിശ്വസിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ദൈവ മഹത്വം കാണും. നിന്റെ മുമ്പിൽ ആരെല്ലാം നിനക്കെതിരെ നിന്നാലും, ഏതെല്ലാം വിധത്തിൽ നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും, എന്തിനെല്ലാം നിന്നെ ദേശത്തു നിന്ന് ഓടിക്കാൻ ശ്രമിച്ചാലും, കർത്താവ് നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നിന്നെ ഓടിക്കാൻ ശ്രമിച്ചവരോടും നീ അവിടെ നിന്ന് മഹത്വം കാണും. ഇതേ വിശ്വസിക്കണം. ഇത് വിശ്വസിക്കണം. വിശ്വാസമില്ലാത്തത് എത്ര കിടന്ന് അന്യഭാഷ പറഞ്ഞെന്ന് പറഞ്ഞാലും, എത്ര തുള്ളി എന്ന് പറഞ്ഞാലും, ഇനി ഏതെല്ലാം പാസ്റ്റർ മുന്നിച്ചെന്ന് മറിഞ്ഞു വീണാലും, ഉരുണ്ടു വീണാലും, കമന്നു വീണാലും നീ മഹത്വം കാണത്തില്ല. ആ കള്ളന്മാര് നിന്നെ വട്ടം കെട്ടി ചുറ്റിക്കെട്ടി വള്ളി കെട്ടി പുള്ളി കെട്ടി പിശാചിനെ ബന്ധിച്ചിരിക്കാതെ നിന്റെ പൈസ അടിക്കുള്ളൂ. മാത്രം കുഞ്ഞേ, നീ മനസ്സിലാക്കേണ്ടത് ദൈവ സ്നേഹം അതിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കണം. ദൈവം പറഞ്ഞത് എന്താണെന്ന് തിരിച്ചറിയണം. നിന്നേക്കാൾ മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്നാണ് പറഞ്ഞത്, വലിയവനെന്നാണ് പറഞ്ഞത്. സ്വത്രം. മറ്റുള്ളവരെ നീ താഴ്ത്തി കെട്ടുകയെന്നാ പറഞ്ഞത്. നീ അവരുടെ മുമ്പിൽ ഒന്ന് താഴ്ന്നു കൊടുക്കുക. തക്ക സമയത്ത് ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തും. ഇത് താഴാൻ മനസ്സില്ലെങ്കിൽ പിന്നെ അങ്ങനെ നീ ഉയരും. പിശാച് ഏത് വിധത്തിൽ നിന്നെ ഒതുക്കാൻ ശ്രമിക്കുമ്പം പിശാചിന്റെ തല വെട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പിശാചിന്റെ തല തകർക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നീ പരാജയപ്പെടും. പിശാചിന്റെ ഭവനത്തിലെ കുഞ്ഞുങ്ങളെ നിന്നെയും കരങ്ങൾ എടുത്തിട്ട് ദൈവനാമം നിന്നോട് നിന്റെ കുഞ്ഞുങ്ങൾ ദുഷിക്കപ്പെടുന്നത് അവൻ പരിപാടികൾ അനക്കി കൂട്ടും. വ്യക്തമായി പറയട്ടെ, ഒന്നിനും കൊള്ളാത്ത, ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു ഏലിയാവിനെ വിളിച്ചിട്ട് സ്വർഗം പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ആഹാബിന്റെ പ്രവൃത്തി മേഖലകൾ ഇഷ്ടമല്ല, നീ അവരോട് പോയി പറയണം, മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നീ ദേശത്തെ ക്ഷാമം അനുഭവിക്കും. സ്വത്രം. ആഹാബ് അനുസരിച്ചോ? ഇല്ല. ഏലിയാവിന്റെ ദൈവം എന്ന് പറഞ്ഞ്, എടാ ആഹാബ് കൊച്ചു പുള്ളിയൊന്നുമല്ല, നീ ദൂത് പറയുന്നത് കേൾക്കുമ്പോൾ അവന് കൈ വരും. അവൻ നിന്റെ കയ്യിലിരിക്കുന്ന വാളെടുത്ത് വെട്ടുമില്ലെങ്കിൽ നിന്റെ ഭർത്താൻ പറഞ്ഞതിനെ കുത്തിക്കൊല്ലും. അതുകൊണ്ട് ആ ദേശത്ത് നിന്നൊക്കെ ഓടിയേക്കണം. ഞാൻ എങ്ങോട്ട് പോകും ദൈവമേ? ഇവിടെ എല്ലാം അവന്റെ പ്രജകളും അവന്റെ ആൾക്കാരും, ഇതെല്ലാം അവന്റെ രാജ്യവുമാണ്. ഞാൻ എന്തു ചെയ്യും മോനെ? അവരെല്ലാം നിന്നെ തരുന്ന പട്ടണത്തിലായിരിക്കും, ആളുള്ളവരുടെ ഇടയിലായിരിക്കും. പക്ഷെ നീ തനിച്ചു പോയി കരീത് തോട്ടിന്റെ കരയിൽ ഇരുന്നാൽ മതി. സ്വത്രം. ഞാൻ അവിടെ നിനക്ക് നീ ചിന്തിക്കാത്ത നിലയിൽ സ്വത്രം ആഹാരം തരും. സ്വത്രം.
നമ്മൾ ചിന്തിക്കും നാളെ എന്ത് തിന്നും, നാളെ എന്ത് കുടിക്കും, എവിടെ കിടക്കും. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവപൈതലേ, നീ തിന്നുന്നതിനെ കുറിച്ചും കുടിക്കുന്നതിനെ കുറിച്ചുമല്ല ചിന്തിക്കേണ്ടത്. ദൈവത്തിന്റെ നീതി എന്നോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കണം. ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കുമെന്ന വിശ്വാസത്തോടെ ജീവിക്കണം. എനിക്ക് തക്ക സമയത്ത് ആഹാരം തന്നെ ദൈവത്തിന് അറിയാം എന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കണം. എന്റെ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായി മറുപടി ദൈവം തരുമെന്നുള്ള വിശ്വാസം ഉറപ്പ് നിലകൊണ്ടാവണം. നോക്ക്, കാക്ക കിട്ടിയത് തന്റെ തൊള്ളയ്ക്കകത്ത് ഒതുക്കി തന്റെ കൊച്ചുങ്ങൾക്ക് കൊണ്ട് കൊടുക്കാതെ സ്വത്രം തോട്ടിന്റെ കരയിരിക്കുന്ന ഏലിയാവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് വിശപ്പടങ്ങുമാർ ആഹാരത്തെ കൊടുക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അത് ദൈവം കൽപ്പിച്ചാക്കിയാലേ പറ്റത്തുള്ളൂ. സ്വത്രം അത് ദൈവം കൽപ്പിച്ചാക്കിയാലേ പറ്റത്തുള്ളൂ. നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് അപകടങ്ങൾ പതിയിരിപ്പുണ്ട്, വിഷസർപ്പങ്ങൾ പതിയിരിപ്പുണ്ട്, നല്ല വലിയ മരത്തിന്റെ കൊമ്പുകൾ നിൽപ്പുണ്ട്. ഇതൊന്നും വീഴാതെ, ഇതൊന്നും കടിക്കാതെ, ഒരാപത്തും വരുത്താതെ നിന്നെ ഭൂമിയുടെ ഉൾപ്പരപ്പിൽ ജീവനോടെ ശേഷിപ്പിച്ചെങ്കിൽ നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട് കുഞ്ഞെ. ആ വാഗ്ദത്തം നിവർത്തി നീ കാണാത്തിടത്തോളം കാലം ഒരു ശത്രുവിന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഒരാപത്തും അനർത്ഥവും വന്ന് നീയും നിന്റെ സന്തതിയും തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കാക്ക കൊണ്ടുവന്ന് കൊടുത്ത് തിന്ന് സന്തോഷത്തോടെ ഇരുന്ന് അല്പകാലം കഴിഞ്ഞപ്പോ തോട്ടിലെ വെള്ളം പറ്റി, കാക്കയുടെ വരവ് നിന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി എങ്ങോട്ട് എന്നൊരു ചോദ്യം തന്റെ മുമ്പിൽ വന്നപ്പോൾ സ്വർഗം പറഞ്ഞു, മോനെ നീ ഇവിടെ ഇരിക്കണ്ട. സ്വത്രം തന്നെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന് തിരുവഴുത്ത് പറയുന്നുവെങ്കിൽ ശക്തി ക്ഷയിച്ച ഏലിയാവോട് പറഞ്ഞു ശക്തി പുതുക്കണം, സാറാപത്തിലേക്ക് പോവാൻ. പ്രൈസ് ദി ലോർഡ്. സരാപത്തിൽ ഒരുപാട് വിധവമാരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവമാക്കി വെച്ച വിധവ സാരാപത്തിൽ അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വത്രം. ആ വിധവയെ എടുത്ത് പറഞ്ഞ് എന്റെ ദാസൻ വരുന്നുണ്ട്, പോറ്റണമെന്ന്. അവക്കറിയാമോ സ്വത്രം വന്നവൻ ചോദിച്ച ഒരു ചോദ്യം വെള്ളമാ. വെള്ളം ചോദിച്ചപ്പോ വെള്ളം എടുക്കാൻ പോയപ്പോ പറയാണ് സ്വത്രം ഒരു അടയും കൂടെ കൊണ്ടുപോരാൻ. സ്വത്രം നമ്മളാണെങ്കിൽ പറഞ്ഞാലേ അങ്ങാർക്ക് കേറി വരാൻ കണ്ട സമയം. സ്വത്രം ആ സീരിയൽ പകുതി ആയതേ ഉള്ളു, അടുപ്പിനകത്ത് മീൻകറി ഇരിക്കുന്നതേ ഉള്ളു. മാത്രമല്ല ഇപ്പൊ അവര് പിന്നെ അന്നമ്മ കേറി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പെണ്ണ് കാണാൻ ആള് വരുന്നുണ്ട്, ചെറുക്കനെ കൊണ്ടുപോകാൻ ആള് വരുന്നുണ്ട്, കൊച്ചിനെ കുളിപ്പിക്കാൻ ആള് വരുന്നുണ്ട്. അതുകൊണ്ട് ആര് വരണ്ട, ഉപദേശി വരണ്ട. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരേ ഒരാളെ ഉള്ളു ദൈവദാസൻ. അത്രയും. ബാക്കി ആരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒഴിവാക്കാൻ പറ്റുന്ന ഒരേ ഒരാള് ദൈവദാസനാണ്. കാരണം അദ്ദേഹം കേൾക്കും, മറ്റുള്ളവരാരും കേൾക്കത്തില്ല. മാത്രം അദ്ദേഹം കേൾക്കും. കാരണം അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, മോനെ നിന്നെ അംഗീകരിക്കാതാണ് നീ അംഗീകരിക്കാൻ പോവണ്ട. നിന്നെ അംഗീകരിക്കാത്തത് നീ നിൽക്കുകയും വേണ്ട, മിണ്ടാതെ നീ പോയിരുന്നോണം. നീ തിരിഞ്ഞൊരു മറുത്തൊരു വാക്കുപോലും പറയരുത്, ഞാൻ പറഞ്ഞോളാം. മാത്രം ദൈവം പറയാ, മിണ്ടാതെ ഇരുന്ന് ദൈവമെന്നറിയുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ വ്യക്തമായി നിങ്ങളോട് പറയാം, സർവശക്തനായ ദൈവത്തിന്റെ നീതി നിനക്ക് കാണണമെങ്കിൽ ഇടത്തും വലത്തും നിന്ന് പറയുന്ന ഒരു അഭിപ്രായം കേട്ട് അതിന്റെ പിന്നാലെ പോകാതെ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം ദൈവസേന നില്ല്. ആ വിധവ ഏലിയാവിന് ആഹാരം കൊണ്ടു കൊടുക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോ പറഞ്ഞു, മോളെ നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല, നിന്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകും. അതൊന്നും അവള് വിശ്വസിച്ചില്ല. അവൾ ഒറ്റ കാര്യമേ വിശ്വസിച്ചുള്ളൂ, ഈ വന്നവന്റെ വിശപ്പടക്കുവാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. എനിക്കുള്ളത് അല്പം മാത്രമാ, അത് അവന് കൊടുക്കാം. തിന്നാലും തിന്നില്ലെങ്കിലും ഞാനും എന്റെ കുഞ്ഞും മരിക്കും. എന്നെ കേൾക്കുന്ന കൂടപ്പറപ്പുകളെ, സഹോദരങ്ങളെ, തിരുവഴുത്ത് പറയുന്നത് വ്യക്തമായി കേൾക്കണമേ. വാരി വാരി കൂട്ടി വെച്ചിട്ട് നിനക്ക് തിന്നാൻ ഭാഗ്യമില്ലാഞ്ഞിട്ടും പിന്നെ പണത്തിന്റെ സ്ഥാനമാനയുടെ പുറമെ ഓടാതെ ദൈവസേന താതിരിക്ക് തിന്നാനുള്ള ഭാഗ്യവും കിട്ടും, സുഖമായി കിടന്ന് ഉറങ്ങാനുള്ള ഭാഗ്യവും കിട്ടും. ഉള്ളതെടുത്ത് അടയുണ്ടാക്കി സ്വത്രം ഏലിയാവിന് കൊടുക്കാൻ തീരുമാനിച്ച് കലത്തിലെ എണ്ണ ഒഴിച്ച് ആ ചട്ടിക്കകത്തൊന്ന് പുരട്ടിയിട്ട് അവൾ തിരികെ വെച്ചിട്ട് കലത്തിലെ മാവെടുത്ത് ആ ചട്ടിക്കകത്തൊന്ന് ഒഴിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ കണ്ടത്
അവളുടെ കണ്ണിന് വിശ്വസിക്കാൻ കഴിയാത്തതാ. സ്വത്രം. അവള് വിചാരിച്ചതിങ്ങനെ, ഞാൻ കരഞ്ഞ് കലങ്ങിയതുകൊണ്ട് എന്റെ കണ്ണിനകത്തെ കണ്ണുനീര് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. കണ്ണവൾ ഒന്നുകൂടെ ഞെരടി. സ്വത്രം. എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കി. Praise the Lord. Praise the Lord. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പോട് ഞാൻ പറയാം, നീ തിരിഞ്ഞു നോക്കുന്നെങ്കിൽ ദൈവം പറഞ്ഞിട്ടേ നോക്കാവുള്ളൂ, ദൈവം അരുളി ചെയ്താലേ നോക്കാവുള്ളൂ. അല്ലാതെ നീ പുറകോട്ട് നോക്കിയാൽ ലോത്തിന്റെ ഭാര്യയെ പോലെ അവളെ നിൽക്കും. മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും നീ വരത്തില്ല. നിനക്ക് പിന്നെ നന്മ അനുഭവിക്കാനും പറ്റത്തില്ല. പക്ഷെ അവൾ നോക്കിയത് ദൈവത്തിന്റെ നീതിയാ കണ്ടത്. സ്വത്രം. കാരണം പ്രവാചകൻ പറഞ്ഞ വാഗ്ദത്തം അത് നിവർത്തിക്കപ്പെട്ടതാ കണ്ടത്. അങ്ങനെയാണെങ്കിൽ നോക്ക്, കൊട്ടാര അകമ്പടി നായകൻ പറഞ്ഞ വാക്ക്, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലും നീ പറഞ്ഞത് സംഭവിക്കത്തില്ല. Praise the Lord. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാം വാക്യം വായിച്ചാൽ അവിടെ ഒരു കാര്യം കാണാൻ കഴിയും. സ്വത്രം. എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം. സ്വത്രം. ലൂക്കോസിന്റെ സുവിശേഷം സ്വത്രം 15-ാം അധ്യായം 20-ാം വാക്യം. സ്വത്രം. എന്താണ് അവിടെ പറയുന്നത്? അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. മനസ്സറിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചവനെ ചുംബിച്ചു. മകൻ അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകനൊന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. അത് കേട്ട മാത്രയിൽ സകലതും നശിപ്പിച്ചവൻ കയറി വന്നിരിക്കുന്നു. ലോകക്കാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിട്ട് പോയവൻ കടന്നു വന്നിരിക്കുന്നു. ഇവനെ ഞാൻ ചേർത്ത് പിടിച്ച നാട്ടുകാരെന്ത് പറയുമെന്ന് ചിന്തിച്ചിട്ട് തന്റെ കുഞ്ഞിനെ നാട്ടുകാരെ ഓർത്ത് പുറത്താക്കിയില്ല. നമുക്കിപ്പം നമ്മുടെ മക്കളെക്കാൾ കൂടുതൽ വലുതാരാന്ന് പറയാം, നാട്ടുകാരാ, കൂട്ടുകാരാ. അപ്പനേക്കാൾ വലുത്, അമ്മയേക്കാൾ വലുത്, ദൈവത്തെക്കാൾ വലുത് കൂട്ടുകാരാ. കാരണം അല്പനേരത്തേക്ക് കിട്ടുന്ന കഞ്ചാവും കള്ളും അതുപോലെ ലോകത്തിലെ സകല മോഹങ്ങളും അവന്റെ കൂടെ ഉണ്ടല്ലോ. അപ്പൻ രാവിലെ പോലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൊണ്ടുവന്ന് ചോറും കറിയും വെച്ച് എന്റെ മക്കൾ ഇപ്പൊ വരുമെന്നും പറഞ്ഞ് അമ്മ കാത്തിരിക്കുമ്പം മക്കള് കണ്ടം വഴി നടന്ന് സകല വൃത്തികളും കാണിച്ചിട്ട് അപ്പനോട് ചോദിക്കുന്ന ചോദ്യം, അമ്മയോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ദൈവത്തെ സേവിച്ചിട്ട് എന്തോ കിട്ടി? നീതിമാന്റെ സന്തതി അപ്പമിരക്കത്തിൽ എന്ന് പറഞ്ഞെങ്കിൽ നീ നിന്റെ മക്കളെ നടത്തേണ്ടുന്ന വിധം നടത്തണം. കരുതേണ്ടുന്ന വിധം കരുതണം. സലോമോൻ പറയുന്നുണ്ട്, വടിയെ സ്നേഹിക്കുന്നവൻ തന്റെ മക്കളെ സ്നേഹിക്കുന്നു, വടി കൊണ്ട് അടികൊള്ളുന്നവൻ ദൈവത്തിന് മഹത്വമുള്ളവനായി മാറും. അങ്ങനെയാണെങ്കിൽ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുകയും രക്ഷിക്കേണ്ട സമയത്ത് രക്ഷിക്കുകയും ചെയ്യുന്നവനാ കർത്താവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്ക്, തന്റെ മോൻ തനിക്ക് അപമാനം വരുത്തി വെച്ച് പോയെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും നഷ്ടപ്പെട്ടു പോയ തന്റെ മകൻ തിരിച്ചു വന്നപ്പോൾ ചേർത്ത് പിടിക്കാൻ അപ്പന് മനസ്സുണ്ടായെങ്കിൽ ഇന്ന് രാത്രിക്കാലം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ സേവിക്കുന്ന ദൈവം നിങ്ങളെ ഒരു നാളും തള്ളിക്കളയത്തില്ല. അപ്പൻ തള്ളിക്കളയും, അമ്മ തള്ളിക്കളയും, കൂട്ടുകാരെല്ലാം തള്ളിക്കളയും. എന്നാൽ എന്റെ കർത്താവ് പറഞ്ഞ്, മനം തിരിഞ്ഞ് മടങ്ങി വരുന്ന നിന്നെ ഞാൻ തള്ളിക്കളയുകയില്ല, ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. എപ്പോഴാണ് സ്വർഗം ആ തീരുമാനമെടുത്ത് തന്റെ മകനെ ചേർത്ത് പിടിക്കാൻ അവസരം കൊടുത്തെന്നറിയാമോ? സ്വത്രം. അവൻ പന്നിയുടെ വാളവിരത്തിന്ന് വയർ നിറയ്ക്കാൻ ആഗ്രഹിച്ചിട്ട് ആ വാളവിരത്തിന് കിട്ടാതെ വന്നപ്പോൾ അവൻ അവന്റെ അപ്പന്റെ ഭവനത്തെയും ഭവനത്തുള്ളവരെ ഓർത്തപ്പം ദൈവം അവനോട് കൂടെ ഇറങ്ങി. സ്വത്രം. നിന്റെ അപ്പന്റെ ദൈവം നിന്നോട് കൂടെ ഇരിക്കണമെങ്കിൽ ആ അപ്പന്റെ മുഖത്തേക്കൊന്ന് നോക്കണം. നിനക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച കാലങ്ങളെ ഓർക്കണം. ഒന്നുമില്ലാതിരുന്ന നാടുകൾ നിന്നെ കരുതി നടത്തിയ വിധങ്ങളെ ഓർക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് ഇത്രത്തോളം കണ്ടുവന്ന സർവശക്തനെ നീ ആരാധിക്കണം. അപ്പനെ അമ്മയെ ഭയപ്പെട്ട് ദൈവത്തെ ആരാധിച്ചാൽ നീ ഒരു അനുഗ്രഹമാകും. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ദേശത്തുള്ള സകല നന്മകളും സ്വർഗം നിന്റെ കരത്തിൽ തരും. ഇവിടെ പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് അകമ്പടി നായകൻ പറഞ്ഞെന്തുവാ?
നടക്കാത്ത കാര്യം പറഞ്ഞ് ജനത്തെ മോഹിപ്പിക്കാതെ, സംഭവിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനത്തെ ഇളക്കാതെ. പിന്നെ നമ്മുടെ ഭാഷ പറഞ്ഞ നമ്മൾ പറയും അയാൾ ഇച്ചിരി ഇളക്കക്കാരനാണ്, അയാൾ ഇതും പറയും ഇതിനപ്പുറവും പറയും, ചുമ്മാതാ, വെറുതെയാ. നടക്കത്തില്ലെന്നേ, സംഭവിക്കത്തില്ലെന്നേ, ലഭിക്കത്തില്ലെന്നേ. ഇയാളെക്കായി വലിയ ആൾക്കാർ പറഞ്ഞിട്ട് ഇവിടെ ഒന്നും നടന്നില്ല, പിന്നെ ഇയാൾ പറഞ്ഞ് നടക്കുന്നത്. ഇതല്ലേ കുഞ്ഞ് നീ പറയുന്നത്? ഇതല്ലേ കുഞ്ഞ് നമ്മൾ പറയുന്നത്? സ്വത്രം കുഞ്ഞെ, നീ കാണുന്നത് മനുഷ്യനെയാ, പക്ഷെ ഞാൻ കണ്ടത് ദൈവത്തെയാ. സ്വത്രം നീ ഉയർത്തുന്നത് ലോകത്തെയാ, പക്ഷെ ഞാൻ ഉയർത്തുന്നത് ലോകം ഉണ്ടാക്കിയ ദൈവത്തെയാ. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, എന്റെ ദൈവം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യും. എന്റെ ദൈവം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യുമെന്ന്. സ്വത്രം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുമ്പോൾ നിന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടാലുണ്ടല്ലോ, എന്റെ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കരയേണ്ടെന്ന് പറയും. എലീശ പറഞ്ഞു, നീ കാണും മോനെ, നീ ദൈവത്തിന്റെ മഹത്വം കാണും മോനെ, പക്ഷെ നീ അതിന് അനുഭവിക്കത്തില്ല. സ്വത്രം കുറ്റം പറഞ്ഞും പരിഹസിച്ചും ഒറ്റപ്പെടുത്തിയും അപമാനിച്ചും നിന്ദിച്ചും കുഞ്ഞെ ശത്രു നിന്നെ ഒതുക്കാൻ ശ്രമിക്കും. ശത്രുവിന്റെ ആരവാരവം കേട്ട് നീ ഒരിക്കലും പുറകോട്ട് നോക്കരുത്. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ ആ സമയത്ത് മുറുകെ പിടിക്കണം. എന്താ ദൈവം ചെയ്ത വാഗ്ദത്തം? ഒരു നാളും ഞാൻ നിന്നെ തള്ളിക്കളയില്ല, ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല. കുറഞ്ഞുവെന്ന് കാണുമ്പോൾ ഞാൻ നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ഞാൻ നിനക്ക് നിറച്ചത് നിന്നെ മാനിച്ചുയർത്തും. അത് ഓർക്കണം. എന്നിട്ട് ദൈവത്തെ മുറുകെ പിടിക്കണം. സരാപത്തിലെ വിധവ അവളെ ചിന്തിച്ചത് ഇത്രേ ഉള്ളൂ, ഈ ഒരട കൊണ്ട് ഞാനും എന്റെ കുഞ്ഞും തിന്നാലും മരിക്കും, തിന്നില്ലേലും മരിക്കും. സ്വത്രം സ്വത്രം ഞാനും എന്റെ കുഞ്ഞ് തിന്നാലും മരിക്കും, തിന്നില്ലെങ്കിലും മരിക്കും. അങ്ങനെയാണെങ്കിൽ മരണപ്രാണത്തോടെ ദാഹത്തോടെ കടന്നു വന്ന ആ മനുഷ്യൻ ഇതങ്ങ് കൊടുത്തേക്കാം. സ്വത്രം ആ മനുഷ്യൻ ഇതങ്ങ് കൊടുത്തേക്കാം. രാഹാബ് എന്ന വേശ്യ ഒറ്റുനോക്കാൻ പോയവരെ ഒളിപ്പിച്ചു വെച്ചു. രാഹാബ് എന്ന വേശ്യ ദേശം ഒറ്റുനോക്കാൻ വന്നവരെ ഒളിപ്പിച്ചു വെച്ചു. അവർ നീചന്മാരുടെ കയ്യിൽ അകപ്പെടാതെ ഇരിക്കേണ്ടത്. ആ ദേശം പിടിച്ചടക്കിയപ്പോൾ യോശുവ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ ഒരു സഹോദരി താമസമുണ്ട്, കുടുംബമുണ്ട്. എല്ലാം നശിപ്പിക്കുമ്പോ അവിടെ കുഞ്ഞുങ്ങളെ തൊട്ടു പോവരുത്. കുഞ്ഞേ, നീ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും 1000 മടങ്ങ് അപ്പുറത്താ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കും. കുഞ്ഞേ, ആരെല്ലാം നിന്നെ മറന്നാലും നീ ദൈവത്തിന് കൊടുത്ത മഹത്വമുണ്ടല്ലോ, നീ ദൈവത്തെ ആരാധിച്ച ആരാധനയുണ്ടല്ലോ, ദൈവത്തെ ഉയർത്തിയ നിന്റെ നാവുണ്ടല്ലോ, നിന്റെ ഹൃദയമുണ്ടല്ലോ, നിന്റെ ശബ്ദമുണ്ടല്ലോ, അത് ഉയർത്തുന്ന അനുഗ്രഹമായി വരും. അതിനെതിരെ ആരെല്ലാം കരമുയർത്തിയാലും ആ കരത്തെ ദൈവം തളർത്തി നിന്റെ തലയെ ദൈവം ഉയർത്തും. വിശ്വസിക്കുന്നവർ ആമേൻ പറ. വ്യക്തമായി പറയട്ടെ, നീതിയുടെ ദൈവം നിനക്ക് വേണ്ടി നീതി ചെയ്യുവാൻ ഇറങ്ങി വരും. കുഞ്ഞെ, നിന്റെ കഷ്ടം കണ്ണുനീരും മാറ്റി അവൻ ശ്രേഷ്ഠകരമായി നിന്നെ ഉയർത്തും. ഈ നല്ല രാത്രിയിൽ എലീശ പറഞ്ഞ വാക്ക് കേൾക്കണേ. സ്വത്രം നീ കാണും മോനെ, നീ അനുഭവിക്കത്തില്ല. തിരുവഴുത്ത് വായിച്ചാൽ കാണാൻ കഴിയും, അവൻ യവം വാങ്ങാൻ പട്ടിണിയും ദാരിദ്ര്യവും അവനെ കടന്നു പിടിച്ചത് കൊണ്ട് വിശപ്പ് അവനെ വല്ലാതെ പിടിച്ചപ്പോ അവനും പോയി സ്വർഗം കൊടുത്ത മന്ന ഭക്ഷിക്കാൻ, ആഹാരം ഭക്ഷിക്കാൻ. യവവും ഗോതമ്പും വാങ്ങുവാൻ ആഴ്ത്തിരക്കിനിടയിൽ അവനത് വാങ്ങാൻ കഴിഞ്ഞില്ല. ജനം അവനെ ചവിട്ടി ചതച്ച് അരച്ച് കൊന്നുകളഞ്ഞു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്റെ അഭിഷക്തന്മാരുടെ കാര്യം പറഞ്ഞാൽ അതിന് വാക്ക് മാറ്റം വരത്തില്ല. നീ നിന്റെ ദൈവത്തോടൊരു വാക്ക് ചോദിച്ചാൽ അതിന് മറുപടി വരാതിരിക്കത്തില്ല. ദൈവം നിന്നോട് പറയുന്നത് നീ ചെയ്താൽ നീ പറയുന്നത് ദൈവം ചെയ്യും. ഈ രാത്രിയിൽ
കുഞ്ഞുങ്ങളെ, ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, എല്ലാവരും കൈവിടും. നീ കൊലപാതകം ചെയ്തിട്ടല്ല, പിടിച്ചു പറിച്ചിട്ടല്ല, മോഷ്ടിച്ചിട്ടല്ല, മറ്റുള്ളവന്റെ കവർന്നെടുത്തിട്ടല്ല, പിന്നെയോ നീ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട്, നീ ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നതുകൊണ്ട്, സത്യത്തോടെ ദൈവത്തെ പിൻപറ്റുന്നത് കൊണ്ട് നിന്നെ എല്ലാവരും തള്ളിക്കളയും. പക്ഷേ എന്റെ കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ, കാലം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുക. കള്ളന്മാരായ കുറെ എണ്ണം ബൈബിളും എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. സ്വത്രം ഒത്തടുത്തൊത്ത് കാര്യം സാധിച്ചുകൊണ്ട് മറ്റുള്ള പാവപ്പെട്ട ദൈവദാസന്മാർക്കെതിരെ വാടകോരി വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ നിന്നവർ അവിശ്വാസികളായി മാറി വചനത്തെ കൊട്ടി വളച്ച് അവർ ഇഷ്ടത്തിന് കൊണ്ടുവന്നിട്ട് ഇപ്പൊ സത്യത്തെ മറച്ചു കളയുന്ന കുറെ കള്ള ഉപദേശിമാര്. കഴിഞ്ഞ ദിവസം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ സ്വർണം ഇടണം, ഇടണ്ട, ഇട്ട തെറ്റാണ്, വന്ന ശരിയാണ്, നിന്ന പോക്കാണ്, ആനയാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് സത്യസുവിശേഷം പ്രസംഗിച്ചിരുന്ന കുറെ എണ്ണം ഇപ്പൊ പിയായിന്റെ പുറകെ പോയിട്ട് പണം കുറെ കൂടിയപ്പോ പണത്തിന്റെ അഹങ്കാരത്തിൽ ഇപ്പം പിതാക്കന്മാര് പറഞ്ഞതും ബൈബിൾ പറഞ്ഞതും മാറ്റിവെച്ചിട്ട് അവരെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വചനം വളച്ചൊടിച്ച് വിശ്വാസ ലോകത്തെ മൊത്തം അധപ്പതിപ്പിക്കുന്ന ശുശ്രൂഷയുമായിട്ട് ഇറങ്ങി നിൽക്കുക കുറെ എണ്ണം. അതിന്റെ പുറമെ പോകാൻ കുറെ എണ്ണമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ ഈ 66 പുസ്തകത്തിനകത്ത് സർവശക്തനായ ദൈവം പറഞ്ഞ ആ വചനമുണ്ടല്ലോ, അതിനകത്ത് ഒരു വാക്യത്തിനെങ്കിലും നീതി പുലർത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു കാണിച്ച മാതൃക പിൻപറ്റ്. പണസഞ്ചിയും തോളിൽ തൂക്കിയിട്ടുണ്ട് പണം ഉണ്ടാക്കാനല്ല യേശു കർത്താവ് സുവിശേഷം പറഞ്ഞത്. പണം വാങ്ങണം, പണം വേണം, സുവിശേഷ വില കാശ് വേണം. പക്ഷേ അത് നിന്റെ മുതലായി നീ അതിന്റെ പുറത്ത് പൊങ്ങാതെ, അധികാരം പിടിച്ചു പറ്റാൻ വേണ്ടി മറ്റുള്ളവന്റെ തലയ്ക്ക് ചവിട്ടാതെ ദൈവത്തിന്റെ കത്തി താന്നു കൊടുക്ക്. ശൗല് എന്തിനാ ദാവീദിനെ കൊല്ലാൻ തീരുമാനിച്ചത്? ശൗൽ ആരാ? ഇസ്രായേലിന്റെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തനാ. ആ അഭിഷക്തനെ കൊല്ലാൻ ദാവീദിന് അവസരം കിട്ടിയപ്പോ ദാവീദ് പറഞ്ഞു എന്തുവാ? അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തനാ, അവനെ തൊടുവാൻ എനിക്ക് അവകാശമില്ല. ആ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശൗലോ ദാവീദിനെ കൊല്ലാൻ തീരുമാനിച്ചിട്ട് അവന്റെ പുറകെ ഓടിച്ചു. നമ്മുടെ ശൗലും ദാവീദും കളിച്ചോണ്ടിരിക്കുക. ഇന്ന് നമ്മളെ ശൗലും ദാവീദും കളിച്ചോണ്ടിരിക്കുക. ഡിസ്ട്രിക്ട് പാസ്റ്റർ, സ്റ്റേറ്റ് ഓവർസിയർ, പിന്നെ എന്ത് പറയുന്നു, ഉള്ള പാസ്റ്റർമാരെല്ലാം കൂടി ഇപ്പൊ ചേർത്ത് അങ്കളിലറിയ ഞാൻ വലിയവൻ, ഞാൻ വലിയവൻ, ഞാൻ വലിയവൻ. ഇപ്പൊ ചെറിയവരാകാൻ ആരുമില്ല. ആരെങ്കിലും ചെറിയവരായ അവനെ ചവിട്ടി താത്തട്ട് അവന്റെ മേളിൽ കയറുന്ന ഞാൻ വലിയവനാണ്. എന്നെ കേൾക്കുന്ന ഈ മെസ്സേജുകൾക്ക് നിങ്ങൾ പറയട്ടെ, നമുക്ക് നോക്കുവാൻ ഒരുവനേ ഉള്ളൂ, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവ്. ആ കർത്താവ് തന്റെ തിരുവെഴുത്തിൽ തന്റെ ഭക്തന്മാരോട് പറഞ്ഞ ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത് കുഞ്ഞെ അത് പ്രകാരം ജീവിക്കുക. നീ ഒരു കോടീശ്വരനായില്ലെങ്കിലും, സ്വന്തം നീ ഒരു ഓവർസിയർ ആയില്ലെങ്കിലും, നീ ഒരു ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയില്ലെങ്കിലും, നീ ഒരു സഭയുടെ പാസ്റ്റർ ആയില്ലെങ്കിലും സ്വർഗം നിന്റെ കൂടെ നിൽക്കും. മാത്രം നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. ഒരു കാലത്ത് ദാരിദ്ര്യം മാത്രം കൈമുതലായി നിന്നുകൊണ്ട് ദൈവത്തെ സേവിച്ചപ്പോൾ ദൈവം ആ ദാരിദ്ര്യം മാറ്റി, നിന്റെ ചെറ്റപ്പുര മാറ്റി, നിന്റെ കീർവസ്ത്രം മാറ്റി, നീ നടന്ന് ക്ഷീണിച്ചപ്പോൾ നിനക്ക് യാത്ര വലിയ വാഹനം തന്ന് ഇപ്പൊ നീ ആരെ വേണ്ട, ഇപ്പൊ ദൈവത്തെ വേണ്ട, ഇപ്പൊ നിനക്ക് ലോകത്തെ മതി. അപ്പൊ ലോകത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ പ്രസംഗിച്ച നീ ദൈവത്തിന്റെ വചനം വളച്ചൊടിച്ചേ പറ്റൂ. അതിനകത്തുനിന്ന് അവിടെയുള്ള കുറെ വാക്കുകൾ എടുത്തിട്ട് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഉപദേശവുമായി നടക്കാതെ ചങ്കൂറ്റത്തോടെ പറ, എന്റെ ദൈവം എനിക്ക് തരുന്ന മതിയെന്ന്, എന്റെ ദൈവത്തിന് ഇഷ്ടം മാത്രം മതിയെന്ന്. എന്നിട്ട് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങൾ കൊണ്ടൊന്നും ദൈവവചനം വളച്ചൊടിക്കാതെ സ്വന്തം ദൈവകരത്തിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്ക്. സെഹ്യോൻ മാളികമുറിയിൽ യേശു കർത്താവ് കാണിച്ച മാതൃകയെ പിൻപറ്റ് സഹോദരങ്ങളെ, ദൈവദാസന്മാരെ. നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ ഈ വചനം വെച്ചിട്ട്
നിങ്ങളുടെ ഇഷ്ടം പോലെ പണമില്ല, വല്ല ബ്ലേഡ് ബിസിനസ് നടത്തി പോയി ജീവിക്കാൻ ശ്രമിക്കുക. ഈ മെസ്സേജ് കേൾക്കാൻ നിങ്ങളോട് ഞാൻ പറയുക, യഹോവയെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കും. ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർ നിത്യരാജ്യത്തിൽ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേർന്നപ്പോൾ നമ്മുടെ അഭിഷക്തന്മാരായ പിതാക്കന്മാർ നാം ചെല്ലുന്നത് കാത്തിരിക്കുക. നിനക്ക് ഉറപ്പുണ്ടോ നീ സ്വർഗത്ത് പോകുമെന്ന്? നീ സ്വർഗത്ത് പോകുന്ന കുഞ്ഞ് നിനക്ക് ഉറപ്പുണ്ടോ? കർത്താവ് ഇപ്പൊ വന്ന നീ എടുത്തുകൊള്ളപ്പെടുന്ന നിനക്ക് ഉറപ്പുണ്ടോ? മൺമയമായി നീ ലോകിൽ കാണുന്നതെല്ലാം മായ എന്ന് പാടുന്ന നീ, അത് മായയല്ല, ഇതെല്ലാം സത്യമാണെന്ന് പറഞ്ഞ് ലോകത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാതെ, ഈ ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടുതിരിഞ്ഞ് ലോകത്തിന്റെ നന്മയുടെ പുറകെ നോക്കാതെ ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ താഴ്മയും വിനയും സഹിഷ്ണുതയുള്ളവനായി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രിയിൽ ആ കൊട്ടാരകാര്യ വിചാരകനെ ജനം ചവിട്ടിയതുപോലെ പിശാച് നിന്നെ മാറി മാറി ചവിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം മറന്നു പോകരുത്. ഇന്ന് നീ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകാത്തത് എന്തുകൊണ്ടാ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് നീ ഇറങ്ങി വന്ന സമയത്ത് നിന്റെ ചർച്ചിനകത്ത് ഒറ്റ രോഗി ഉണ്ടായിരുന്നില്ല, നിന്റെ കുടുംബത്തിനകത്ത് മെഡിസിൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴോ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ദൈവസന്നിധി മുഴങ്കാലും മടക്കി കരയാതെ ഓടുക, ഡോക്ടർമാരെ സ്പെഷ്യലിസ്റ്റിനെ തേടി. കുഞ്ഞേ, എന്റെ ദൈവം നിന്നെ സൗഖ്യമാക്കിയില്ലെങ്കിൽ ലോകത്തിൽ ഒരു മെഡിസിനും ലോകത്തിലൊരു വൈദ്യനും നിന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ച് ദൈവത്തിന് സന്നിധി നിന്നെ താഴ്ത്തി കൊടുത്തിട്ട് നീ പോ ഡോക്ടറെ കാണാൻ. ഒറ്റ ഗുളിക കൊണ്ട്, ഒറ്റ ഇഞ്ചക്ഷൻ കൊണ്ട് നീ സൗഖ്യമാകും. ഇനി നീ പോകുന്നില്ല, ദൈവം എന്നെ സൗഖ്യമാക്കുമെന്ന് നീ വിശ്വസിച്ചാൽ ആ സൗഖ്യം പൂർണ്ണമാണ്. സ്വത്രം. ഞാൻ മരുന്നിനെതിരൊന്നുമല്ല. സ്വത്രം. നിങ്ങളുടെ ഹൃദയത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് ചെയ്യുവാനാ കർത്താവ് പറഞ്ഞത്. പക്ഷെ ദൈവത്തെ മറന്ന് ജീവിക്കല്ലേ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ, അങ്ങനെ ജീവിച്ചാൽ നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വത്തെക്കാൾ വലിയ ശാപം നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ കടന്നു പിടിക്കും. അതിന്ന് വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. പിന്നെ വിടുതലിന് വേണ്ടി നീ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറ് ഓടി ചുട്ട കോഴിയെ പറപ്പിക്കുന്ന പ്രവാചകനെ കൊണ്ടുവന്ന് നിന്റെ വീട്ടിൽ 7 ദിവസവും 10 ദിവസവും 21 ദിവസവും ഉപവാസം വെച്ചാൽ നിന്റെ പൈസ പോകല, നീ രക്ഷപ്പെടത്തില്ല. സ്വത്രം എന്ന് പറഞ്ഞാൽ ഇത് രോഗമല്ല, ദൈവത്തിന്റെ ശാപമാ. സ്വത്രം. ഇത് രോഗമല്ല, ദൈവത്തിന്റെ ശാപമാ. ആ ശാപം നീങ്ങണമെങ്കിൽ ഒരു വൈദ്യൻ വിചാരിച്ച പറ്റത്തില്ല, ഒരു മന്ത്രവാദി വിചാരിച്ച പറ്റത്തില്ല, ഒരു നേർച്ചയ്ക്കും കാഴ്ചയ്ക്കും പറ്റത്തില്ല. വിശ്വാസത്തോടെ ദൈവത്തിന് നിന്നെ താഴ്ത്തി കൊടുത്തേ പറ്റൂ. അങ്ങനെ തക്ക സമയത്ത് സ്വർഗം നിന്നെ ഉയർത്തി മാനിക്കും. അവൻ ആർക്കും കടക്കാരനല്ലെന്ന് പറഞ്ഞെങ്കിൽ കുഞ്ഞെ, മറ്റുള്ളവനെ ശ്രേഷ്ഠം എണ്ണിക്കൊണ്ട് നിന്റെ അയൽവാസിയെ ചേർത്ത് പിടിച്ചിട്ട് പറ, ജീവിക്കുന്ന ദൈവം ഞങ്ങളെ ഉയർത്തുന്നവൻ നിങ്ങളെ ഉയർത്തും. വാ. എന്റെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല സഹോദരങ്ങളെ. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, ഒരു മനുഷ്യൻ ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുന്നില്ല, നീതിമാന്മാരുടെ പേരോ ഇളകിപ്പോകയില്ല. സ്വത്രം. നീതിമാന്മാരുടെ പേരോ ഇളകിപ്പോകയില്ല. സ്തോത്രം. എഫെസ്യർ 6-ാം അധ്യായം 1-ാം വാക്യം പറഞ്ഞു, മക്കളെ നിങ്ങളുടെ അപ്പയമ്മന്മാരെ ബഹുമാനിക്കുകയാ. സ്വത്രം. സ്വത്രം. നിങ്ങളെ അപ്പയമ്മന്മാരെ ബഹുമാനിക്കുക. ആകയാൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയട്ടെ, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിയിട്ട് പറ, കർത്താവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഇന്നുവരെയും നടത്തിയത് അങ്ങാണ്, ഇന്നുവരെയും കരുത് അവിടുന്നാണ്. എന്നെയും എന്റെ കുഞ്ഞുങ്ങളെ ഭൂമിയുടെ മൂൾപ്പരപ്പിൽ നടത്തുവാൻ അടുത്തേക്ക് മനസ്സുണ്ടായല്ലോ. എന്റെ അകൃത്യങ്ങളെ, എന്റെ പാപങ്ങളെ ക്ഷമിച്ച് നീ എന്നെ ചേർത്ത് പിടിക്കാൻ മനസ്സുണ്ടായല്ലോ. നിന്റെ നീതി എന്റെ മേൽ പകർന്നതിന് നന്ദിയപ്പ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കാര്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ലോകം നിന്നെ ചവിട്ടുകയില്ല, പിശാച് നിന്നെ തകർക്കുകയില്ല, ലോകക്കട മുമ്പിൽ നിന്നെ തല കുനിയത്തില്ല. നിന്റെ നാവ് കൊണ്ട് നീ പറയും, സൈന്യങ്ങളുടെ യഹോവ എന്റെ സങ്കേതമാണ്, അവൻ എനിക്ക് കോട്ടയാണ്, ഒരണത്വവും അവൻ എനിക്ക് വരുത്തുകയില്ല. ഞാൻ അവന്റെ മകനാ, ഞാൻ അവന്റെ മകളാ. പിശാച് കേൾക്കട്ടെ, പിശാച് വിറയ്ക്കട്ടെ, പിശാച് ഓടട്ടെ. നീ
നീ പറ, മാറ് പിശാചേ. എന്റെ കുഞ്ഞുങ്ങളെയോ എന്നെ തൊടുവാൻ നിനക്ക് ആരും അധികാരം തന്നിട്ടില്ലെന്ന്. സ്വത്രം. യോബിനെ തകർക്കാൻ പിശാച് പദ്ധതി ഇട്ടപ്പോ സ്വർഗത്തിന് മുമ്പിൽ ചെന്നിട്ട് ചോദിക്കുക, യോബേ, എന്തുകൊണ്ട് അവൻ നിന്നെ തള്ളിപ്പറയാത്തെന്ന് അറിയാമോ? നീ അവന് വേലി കെട്ടി കാവൽ നിർത്തിയിരിക്കുന്നത് കൊണ്ടാ. സ്വത്രം. നീ അതൊന്ന് എടുത്തു മാറ്റ്, ഞാനൊന്ന് കാണിച്ചു തരാം. സ്വത്രം. എന്തുവാ ദൈവം പറഞ്ഞത്? അവൻ നീതിമാനാ, അവൻ നിഷ്കളങ്കനാ, ദോഷം വിട്ടകനാ, അവൻ ദൈവഭക്തനാ. അവരൊരു ആളും എന്നെ തള്ളിപ്പറയില്ല. സ്വത്രം. കുഞ്ഞെ, മരിക്കേണ്ടി വന്നാലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ, ദൈവം എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കും. ഞാൻ മരിക്കുന്നെങ്കിൽ എനിക്കത് ലാഭം, ജീവിക്കുന്നെങ്കിൽ എൻ്റെ ദൈവത്തിനായി എന്ന് പറഞ്ഞ് ദൈവസന്നിധിനെ താഴ്ത്തി കൊടുക്കാമോ? സർവശക്തൻ നിന്നെ ഉയർത്തി മാനിക്കും. സകലതും നഷ്ടപ്പെട്ടിട്ടും യോബ് പറഞ്ഞ വാക്കെന്തെന്നറിയാമോ? യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. പറയാൻ ധൈര്യമുണ്ടോ? ഓ, ബാല്യം മുതൽ യോദ്ധാവായ സ്വന്തം ഗോലിയാത്തിന് മുമ്പിൽ ധൈര്യത്തോടെ ചെന്നുന്ന ബാലനായ ദാവീദ് പറഞ്ഞത്, നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. പേടിച്ചു പോയി. അങ്ങനെയാണെങ്കിൽ നീ പറയേണ്ടത് ഇസ്രായേലിന്റെ ദൈവത്തെ അല്ല, എനിക്ക് വേണ്ടി യാഗമായി തീർന്ന കാൽവറി ക്രൂശിലെ പുണ്യരക്തം എന്റെ വീണ്ടെടുത്ത യേശുവിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത് പറ. പേടിക്കും ജനം. മാത്രം 4 അടി നിന്നെ വിട്ട് മാറിയാ നിൽക്കത്തുള്ളൂ. നിന്നോടുകൂടെ അടുക്കാൻ പറ്റത്തില്ല. കാരണം നിന്നെ തീ കൊണ്ടാ മുദ്രയിട്ടേക്കുന്നത്, ആത്മാവ് കൊണ്ടാ മുദ്രയിട്ടേക്കുന്നത്. ഓ, പരിശുദ്ധാത്മാവിനാണ് നിന്നെ മുദ്രയിട്ടേക്കുന്നത്. അതുകൊണ്ട് നിന്നെ ശത്രു തൊടാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഈ രാത്രികാലം നടക്കുകയില്ല, ലഭിക്കുകയില്ല. ഒരു നാളിലും നീ ദൈവമഹത്വം കാണത്തില്ലെന്ന് ശത്രു പറഞ്ഞു കേട്ട് അവിശ്വസിക്കാതെ വിശ്വാസത്തോടെ നിന്റെ നാവ് കൊണ്ട് ഹൃദയം കൊണ്ട് പറയണം, എന്നോട് അവൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ 100 മടങ്ങ് തരാമെന്ന്. അത് ഞാൻ പ്രാപിക്കും. കാലം വരെയും എന്റെ ദൈവത്തെ വിട്ട്, ദൈവത്തിന്റെ സന്നിധി വിട്ട്, ദൈവത്തിന്റെ വചനം വിട്ട് ഞാൻ മാറത്തില്ലെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ ദൈവമുഖത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.